സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. സന്തോഷമായിരിക്കാനുള്ള കാരണം എന്താണെന്ന് പറയൂ. നാളത്തേന് കയ്യിൽ പണം ഒന്നും തന്നെ ഇല്ല. വീട്ടുവാടക നാളെ കൊടുക്കേണ്ടതാണ്. കയ്യിലാണെങ്കിൽ 1 രൂപ പോലും ഇല്ല. നിനക്ക് സന്തോഷമായിരിക്കുവാൻ കഴിയുമോ? ഉടമസ്ഥൻ നേരത്തെ 2 പ്രാവശ്യം വന്ന് ചോദിച്ചിട്ട് പോയിരിക്കുകയാണ്. ഈ പ്രാവശ്യം തീർച്ചയായും കൊടുത്തേ പറ്റൂ. ഇപ്പോൾ എന്തു ചെയ്യണം? വീട്ടുവാടക എങ്ങനെ കൊടുക്കണം? എങ്ങനെ കൊടുക്കണം? എങ്ങനെ കൊടുക്കണം? അങ്ങനെ ആലോചിച്ചാൽ നമുക്ക് റെന്റ് കിട്ടുമോ? എന്താണ്? വിചാരപ്പെടുന്നതിൽ കൂടി നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയുകയില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് അല്ലാതെ എൻ്റെ കർത്താവ് ഒരു അത്ഭുതം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നവരാണ് എപ്പോഴും അത് പ്രാപിക്കാറുള്ളത്. എന്നെ വിളിച്ചപേക്ഷിക്കൂ, എന്നോട് ചോദിക്കൂ. നീ അറിയാത്ത മഹത്തായും അഗോചരമായും. യിരെമ്യാ പുസ്തകം 33:3 വായിക്കൂ. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്തതായ, നിനക്ക് മനസ്സിലാകാത്തതായ, നിനക്ക് പിടികിട്ടാതെ കിടക്കുന്നതായ എങ്ങനെയുള്ള കാര്യങ്ങളാണ്? മഹത്തായ കാര്യങ്ങളെ, അഗോചരമായ കാര്യങ്ങളെ, അതായത് സീക്രട്സ്, രഹസ്യമായ കാര്യങ്ങളെ, ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിച്ചു തരും. മനസ്സിലാകുന്നുണ്ടോ? നാം പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണെങ്കിൽ നാം വിചാരപ്പെടാതെ നമ്മുടെ ചിന്താകുലങ്ങൾ അവന്റെ മേൽ നാം ഇട്ടാൽ, നമ്മുടെ പ്രശ്നങ്ങൾ നാം അവന്റെ മുൻപിൽ സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത ചില വഴികളിലൂടെ, നാം നനയ്ക്കാത്ത രീതിയിൽ അവൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് അവൻ മറുപടി നൽകാനിടയാകും. അതാണ് നമ്മുടെ ദൈവം. ഏലിയാവ് വിധവയുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവിടെ എനിക്കൊരപ്പം നൽകാൻ പറഞ്ഞപ്പോൾ ആ വിധവ എന്താണ് പറഞ്ഞത്? യജമാനനെ, തൊട്ടിയിൽ അല്പം മാത്രമേ മാവുള്ളൂ. എൻ്റെ കുഞ്ഞിന് ഒരപ്പം ഉണ്ടാക്കി കൊടുക്കാൻ, അതിനുവേണ്ടി വിറക് പെറുക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ വളരെ ക്ഷാമത്തിൽ ആയിരിക്കുന്നു. ഞങ്ങൾക്ക് ഒരു വരുമാന മാർഗവുമില്ല. വളരെ കഷ്ടത്തിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അങ്ങേക്ക് ഉണ്ടാക്കിത്തരണമോ എന്ന് ചോദിച്ചപ്പോൾ ഏലിയാവ് ആ സ്ത്രീയോട് പറയുകയാണ്, ആദ്യം ഒരു ചെറിയ അപ്പം ഉണ്ടാക്കി എനിക്ക് കൊണ്ടുവരിക. വിശ്വാസിയായിരുന്നു. അവൾ അപ്പം ഉണ്ടാക്കി കൊടുത്തു. ഇനി നീയും നിന്റെ മക്കളും കഴിച്ചോ എന്ന് പറഞ്ഞു. അവർ മാവെടുക്കും തോറും അതിൽ കൂടിക്കൂടി വരുന്നത് അവൾ കണ്ടു. എങ്ങനെയായിരുന്നിരിക്കും അവരുടെ മനസ്സെങ്ങനെയാണ്? പറയൂ, അവരുടെ മനസ്സ് എങ്ങനെയായിരുന്നിരിക്കാം? അടുത്ത ദിവസം അപ്പം ഉണ്ടാക്കുവാൻ അവിടെ മാവുണ്ടോ എണ്ണയുണ്ടോ എന്നുള്ള വിചാരത്തിലായിരുന്നോ അവർ ഉണ്ടായിരുന്നത്? ആണോ? 2ാമത്തെ ദിവസവും പാത്രത്തിൽ കൈയിട്ടു. അവർക്ക് മാവ് ലഭിക്കാനിടയായി. എന്താണ്? ഒരു 50 ചാക്ക മാവും ഒരു 50 പാട്ട എണ്ണയും കൊടുക്കാമെന്നാണ് ദൈവം പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞത്. അതാണ് പറയുന്നത്, അവന്റെ അനുഗ്രഹങ്ങൾ മഹത്തായതാണ്. കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്തതാണ്. അവൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല, എന്നാൽ അവൻ നന്മ ചെയ്യുമെന്ന് എനിക്ക് ഏറ്റവും നന്നായി അറിയാം. അവൻ എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല, എന്നാൽ അവൻ മാത്രം എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്യുമെന്നറിയാം. അങ്ങനെയുള്ള വിശ്വാസം ഉള്ളവരുടെ ജീവിതത്തിൽ ചിരിയുണ്ടായിരിക്കും, കരച്ചിലുണ്ടായിരിക്കില്ല. ദൈവം എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തു തരും. ദൈവത്തോട് നിലവിളിക്കാൻ നമുക്ക് പഠിക്കാം. നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിലും ദൈവം പറഞ്ഞതുപോലെ ചെയ്യാൻ ശ്രമിക്കാം. വിരുന്നിൽ വീഞ്ഞ് തീർന്നുപോയി. വീട്ടിലെ യജമാനൻ സങ്കടപ്പെടുന്നു. എന്താണ്? അവിടെ ഇസ്രായേൽ രാജ്യത്ത് നാം ഇപ്പോൾ ചെന്നാലും അവിടുത്തെ കുടിവെള്ളം ഒരു നല്ല രുചിയില്ലാത്ത വെള്ളമാണ്. അതുകൊണ്ടാണ് അവർ ജ്യൂസാണ് കുടിക്കുന്നത്, മുന്തിരി ജ്യൂസ്. ഏറ്റവും കൂടുതൽ മുന്തിരി അവിടെ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് സദ്യക്ക് സാമ്പാർ എങ്ങനെയാണ് ആവശ്യം, അതുപോലെ അവർക്ക് മുന്തിരിച്ചാർ ആവശ്യമാണ്. അതില്ലെങ്കിൽ കല്യാണത്തിൽ പ്രശ്നമുണ്ടാകാനിടയാകും. അങ്ങനെ അത് കുറഞ്ഞ സമയത്ത് മറിയയോട് ആരോ ചെന്ന് പറയാനിടയായി, ഇവിടെ വീഞ്ഞ് തീർന്നു പോയി, യേശു ഇവിടെ വന്നിട്ടുണ്ടല്ലോ, എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ചെന്ന് യേശുവിനോട് പറയാനിടയായി. മറിയ ചെന്ന് പറഞ്ഞു, വീഞ്ഞിവിടെ തീർന്നു പോയിരിക്കുന്നു. അപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല. നീ പറയുമ്പോഴല്ല ഞാൻ ചെയ്യേണ്ടത്,
ഞാൻ സമയം ആകുമ്പോൾ ചെയ്യും. മറിയ പണിക്കാരോട് പറയാനിടയായി. എന്താണ് പണിക്കാരോട് പറഞ്ഞതെന്നറിയാമോ? വീഞ്ഞ് തീർന്നു പോയത് എന്താണെന്ന് ചോദിച്ചപ്പോൾ സമയം ഇനിയും ആയിട്ടില്ലെന്ന് പറയുന്നു എന്ന് പറഞ്ഞ് വാദിക്കാനിടയായോ? എന്താണ്? മറിയ ഭാഗ്യവതിയാണ്. അവർക്ക് മനസ്സിലാകും യേശുക്രിസ്തു സർവശക്തനായ ദൈവമാണ്, അവൻ എന്ത് ചെയ്യുവാനും കഴിയും എന്ന് വിശ്വസിച്ചു. എൻ്റെ രക്ഷകൻ, എൻ്റെ ദൈവമായവൻ, എൻ്റെ വയറ്റിൽ വന്ന് പിറന്നവൻ എന്ന് പറഞ്ഞിട്ട് അവൾ യേശുവിനെ ആരാധിച്ചിരുന്നു. അവൾ പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും അനുഗ്രഹം വേണമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ, നിന്റെ കണ്ണുനീർ ആനന്ദ ബാഷ്പമായിട്ട് മാറണമെങ്കിൽ, അവൻ നിന്നോട് കൽപ്പിച്ചതെന്താണോ അത് ചെയ്യുക. മനസ്സിലാകുന്നില്ല എങ്കിലും അത് ചെയ്യുക. അവൻ എന്താണ് പണിക്കാരോട് പറഞ്ഞത്? ആ കൽഭരണികളിൽ വെള്ളം കൊണ്ട് നിറയ്ക്കുക. സാധാരണ നമ്മുടെ വീടുകളിലും കുടിക്കുന്ന വെള്ളം വേറെയാണ് വെക്കുന്നത്, അതുപോലെ കൈകൾ കഴുകുന്ന വെള്ളവും വേറെയാണ് വെക്കുന്നത്. പലപ്പോഴും കുടിക്കുന്ന വെള്ളം തീർന്നു പോയാൽ നാം കൈകൾ കഴുകുന്ന വെള്ളം അതിൽ കൊണ്ടൊഴിച്ചിട്ട് നാം അങ്ങനെ കുടിക്കാനിടയാകുമോ? അങ്ങനെ ആരും ചെയ്യില്ല. ഈ കൽഭരണികൾ നിറയ്ക്കാൻ പറയുമ്പോൾ അവിടെ കുടിക്കുവാനുള്ള വെള്ളമില്ല, കൈകാൽ കഴുകുന്ന വെള്ളം മാത്രമേ ഉള്ളൂ. ആ വെള്ളം കൊണ്ടുവന്ന് ഈ ഭരണി നിറയ്ക്കാനാണ് പറയുന്നത്. അവിടുത്തെ പണിക്കാര് കർത്താവ് പറഞ്ഞത് അനുസരിക്കാതെ അവിടെ, ഇതെന്തൊരു മനുഷ്യനാണ് ഇങ്ങനെ പറയുന്നത്? കൽഭരണിയിൽ വെള്ളം നിറയ്ക്കുവാൻ പറയുന്നു, മുന്തിരിച്ചാറ് തീർന്നപ്പോൾ ഇതാ പറയുന്നു വെള്ളം കൊണ്ട് നിറയ്ക്കുവാൻ. എന്തൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ് തർക്കിക്കുവാനിടയായില്ല. മറുത്തൊന്നും പറയാതെ കർത്താവ് പറഞ്ഞ അതേപോലെ ചെയ്തപ്പോൾ യേശു പറഞ്ഞു, ഇനിയും നിങ്ങളിത് കൊണ്ടു കൊടുക്കുക, വരുന്ന രീതി കൊണ്ട് എല്ലാവർക്കും പങ്കുവയ്ക്കുക. അവർക്ക് മനസ്സിലായോ? നിനക്ക് മനസ്സിലായോ? ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്താണിത്? ദേവദാസൻ പലപ്പോഴും ഇത് പ്രസംഗിക്കാറുണ്ട്. ഏതു സയൻസ് പ്രകാരമാണിത്? എങ്ങനെ ഇത് വിശ്വസിക്കാൻ കഴിയും? എങ്ങനെയാണിത് ഉണ്ടാകാൻ ഇടയായത് എന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് മറുപടി നൽകാൻ കഴിയില്ല. എനിക്കിത് മനസ്സിലാകുന്നില്ല. എന്നാൽ അത്ഭുതം അവിടെ സംഭവിച്ചു. മനസ്സിലാകാത്ത കാര്യമാണ് അത്ഭുതമെന്ന് പറയുന്നത്. മനസ്സിലാകുന്നതാണെങ്കിൽ അത്ഭുതമെന്നതിന് നാം വിളിക്കണം. അത് സർവ്വസാധാരണമാണ്. അത് കോരിക്കൊടുത്ത സമയത്ത് വെള്ളം അതിൽ നിറച്ചിട്ട് അതിൽ നിന്ന് കോരിയെടുത്ത സമയത്ത് എന്തുപറ്റി? അത് വീഞ്ഞായി മാറാനിടയായി. വിരുന്നുവാഴിയുടെ അടുക്കൽ കൊണ്ടുപോയി ഇത് രുചിച്ചു നോക്കിയപ്പോൾ മുൻപുള്ള വീഞ്ഞിനേക്കാൾ ഇത് ശ്രേഷ്ഠമായതാണെന്ന് മനസ്സിലായി. എപ്പോഴും ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ നാം ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായതായിരിക്കും. അത് പങ്കുവയ്ക്കുന്ന സമയത്ത്, വിരുന്നുകാർ അത് കോരിക്കൊടുക്കുന്നതായ സമയത്ത് ഒരുപക്ഷെ അത് എന്തായിത്തീരും? നാം ആയിരുന്നുവെങ്കിൽ ഈ വെള്ളം കോരിക്കൊടുക്കുന്ന സമയത്ത് അത് വീഞ്ഞായിരുന്നില്ല എങ്കിൽ അവർ അത് കണ്ടിട്ട് അടിക്കുവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയായിരിക്കും. എന്നാൽ എപ്പോഴാണോ ആ വെള്ളം മുന്തിരിച്ചാറായി മാറിയത്, അവർ സെർവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അവർ സെർവ് ചെയ്തിരിക്കുന്നത്? പറയൂ, എങ്ങനെയാണ്? ചിരിച്ചുകൊണ്ട്. ആ പണിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചുകൊണ്ട്, നോക്ക് എന്ത് അത്ഭുതമാണിത്, നോക്ക് എന്താണിത്, കോരി ഒഴിക്ക്. അവരുടെ വായി നിറയെ എന്താണ്? ചിരിയുണ്ടായിരിക്കും. പലപ്പോഴും ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ നാം ആസ്വദിക്കുന്നില്ല. കർത്താവേ സ്തോത്രം ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെയല്ല, ദൈവം ചെയ്യുന്ന നന്മകളെ വീണ്ടും വീണ്ടും നാം ഓർമ്മിക്കുകയാണെങ്കിൽ നിന്റെ ഹൃദയം നിറച്ച് നന്ദി ഉണ്ടാകാനിടയാകും. നിന്റെ മനസ്സ് നിറയെ, അതുപോലെ നിന്റെ വായ് നിറയെ ചിരി ഉണ്ടാകാനിടയാകും. നിങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ കരയരുത്. അവയെ ദൈവത്തിങ്കൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് സന്തോഷിക്കുക. കർത്താവിൽ സന്തോഷിക്കുക. എൻ്റെ ദൈവം, അവൻ എനിക്കായി കരുതും. അവൻ എൻ്റെ കാര്യം നോക്കിക്കൊള്ളും. എന്നെ കൊണ്ട് സാധിക്കില്ല. ഈ മനുഷ്യന്റെ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ സ്വഭാവം മാറ്റാൻ എനിക്ക് കഴിയില്ല. ഈ അവസ്ഥ മാറ്റാൻ എനിക്ക് കഴിയില്ല. എന്നാൽ എൻ്റെ ദൈവമുണ്ട്. മനുഷ്യനെ മാറ്റുവാൻ കഴിയുന്നവൻ, സ്ഥിതി മാറ്റുവാൻ കഴിയുന്നവൻ, അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയുന്നവൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയം നിറയെ സന്തോഷമുണ്ടാകും, ആനന്ദമുണ്ടാകും. അങ്ങനെയുള്ള ആനന്ദം നമുക്ക് എല്ലാവർക്കും ദൈവം നൽകട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, അല്പസമയം ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ ഹൃദയത്തിലെ സങ്കടത്തെ മാറ്റണമേ, എൻ്റെ വിഷമത്തെ നീ എടുക്കണമേ, ഭയം മാറ്റണമേ, ആകുലത മാറ്റണമേ. വായു തുറന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ഒന്ന് നോക്കണമേ. ഞങ്ങളുടെ ജീവിതം മുഴുവൻ കഷ്ടതയാണ്, ബുദ്ധിമുട്ടാണ്, നിലവിളിയാണ്, പ്രയാസങ്ങളാണ്. തന്മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ എത്രയോ തവണ ഞങ്ങൾ തളർന്നു പോകുന്നുണ്ട്, വിഷമിക്കാറുണ്ട്, നിരാശപ്പെട്ടു പോകുന്നു. ദൈവമേ, ഞങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ട്. ഞങ്ങളുടെ ആരോഗ്യത്തെ ഞങ്ങൾ നശിപ്പിച്ച് കളയുന്നു.
ഞങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ സാഹചര്യവും ഞങ്ങൾക്ക് എതിരായിരിക്കുന്നു. ഞങ്ങളെക്കൊണ്ട് കഴിയുന്നില്ല ഇതിനെ നേരിട്ട് ജീവിക്കുവാൻ. ഞങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. കർത്താവേ, ഈ സമയം നിന്നോട് നിലവിളിക്കുകയാണ്. ഞങ്ങളുടെ ആവശ്യങ്ങൾ നന്നായി അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിലെ സകല വേദനകളും ദുഃഖവും അറിയുന്ന ദൈവമേ, ഈ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആനന്ദത്തെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറക്കണമേ. നിന്നിൽ സന്തോഷിക്കുവാൻ കഴിയുന്ന ജീവിതം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. നിന്റെ സന്നിധിയിലുള്ളതായിരിക്കുന്ന സമ്പൂർണമായ സന്തോഷം ഞങ്ങൾക്ക് നൽകണമേ. നീ നൽകുന്നതായ നിത്യമായ സൗഖ്യം, നിത്യമായ സമാധാനം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. വീണുകിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കണമേ. ഈ ദിവസം മുതൽ നിന്റെ സന്നിധിയിൽ കുറച്ച് സമയമെങ്കിലും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ആ ദിവസം മുഴുവൻ ആനന്ദത്തോടെ ആയിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന സമയം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകൾ, ഞങ്ങളുടെ കഷ്ടത അതെല്ലാം മാറുവാൻ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ വായ് നിറയെ ചിരി ഉണ്ടാകുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുവാൻ നിന്റെ അത്ഭുത കാര്യങ്ങൾ ഞങ്ങളിൽ ചെയ്യണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.